ബിൻസി നല്ല രീതിയിൽ തന്നെ അനുവിൻ്റെ അടുത്ത് ചോദ്യം ചെയ്യുന്ന ഒരു പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ. ബിൻസി അനുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അനു നീ എന്താണ് കാണിച്ചത്? ഈ ചായ എന്നൊക്കെ വിളിച്ചിട്ട് അനീഷേട്ടൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം അനു പറയുന്നുണ്ട് ഞാനത് തമാശയ്ക്കാണെന്ന്. അപ്പോൾ നമ്മുടെ അനീഷേട്ടൻ അതിനെ ശക്തമായ രീതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്ക് അത് തമാശയായിട്ട് തോന്നുന്നില്ല. നിനക്ക് എങ്ങനെയാണ് അത് തമാശയായിട്ട് തോന്നുന്നത്? നിനക്ക് എങ്ങനെയാണ് തമാശയായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ബിൻസിയുടെ അടുത്ത്, നീ അനീഷേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് കയ്യിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ അക്ബറൊക്കെ ബിൻസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഒരാളുടെ കയ്യിൽ അങ്ങനെ പിടിച്ചെന്ന് പറഞ്ഞ് എങ്ങനെയാണ് ആ ഒരു രീതിയിലുള്ള വർത്തമാനം നിനക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല, ആ ഒരു രീതിയിലല്ല നീ അനീഷിൻ്റെ അടുത്ത് പെരുമാറിയത് എന്നുള്ള രീതിയിൽ തന്നെയാണ് അക്ബർ അവിടെ അനുവിനെതിരെ സംസാരിച്ചിട്ടുള്ളത് കേട്ടോ. കൂട്ടത്തിൽ ആദിലയും അനുവിനെതിരെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. നീ ഇങ്ങനെ ഒരു രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നീ ഒരു കള്ളിയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആദില അനുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അതേപോലെ തന്നെ ബിൻസി പറയുന്നുണ്ട്, ഞാനിവിടെ ഉള്ള സമയത്തായിരുന്നു നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു സംസാരം നടന്നിരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും അല്ലെങ്കിൽ നിന്നെ ഞാൻ അടിച്ച് ശരിയാക്കുമായിരുന്നു എന്നാണ് ബിൻസി അനുവിൻ്റെ അടുത്ത് പറയുന്നത് കേട്ടോ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള ആളുകൾ സംസാരിക്കുന്ന ആ ഒരു സംസാരം തന്നെയാണ് ബിൻസി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അനുവിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത്. പുറത്ത് ഒരുപാട് പ്രേക്ഷകർ അനുവിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ കമൻറ്റും കാര്യങ്ങളുമൊക്കെ വീഡിയോസിൻ്റെ അടിയിൽ ഇടാറുണ്ട്. അനു ഇത്രത്തോളം ആ മനുഷ്യനെ പ്രതീക്ഷ കൊടുത്തിട്ടാണ് ആ മനുഷ്യൻ ആ ഒരു രീതിയിൽ അനുവിനെ സ്നേഹിച്ചത്. അതിനുശേഷം അനു ആണ് അതിനെ ഒരു തമാശ രീതിയിൽ കൊണ്ടുപോയതും ആ മനുഷ്യൻ ആ ഒരു വിഷയം വിട്ടതിന് ശേഷവും വീണ്ടും വീണ്ടും അനു തന്നെയാണ് ഈ ഒരു വിഷയം വീണ്ടും ആ ബിഗ് ബോസ് വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരാൾ വന്നിരുന്നിട്ട് നമ്മൾ തമ്മിൽ ഇനി യാതൊരു പ്രശ്നവുമില്ല, ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടും പിന്നെയും അനു തന്നെയാണ് ഈ വിഷയം വീണ്ടും ഒരു കണ്ടൻ്റായിട്ട് കൊണ്ടു നടക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ബിൻസി വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പറയുകയാണ് അനുമോൾ ഇവിടെ ഇത്രയും നാളും പിടിച്ചു നിൽക്കുന്നത് കാശിൻ്റെ ബലം കൊണ്ട് തന്നെയാണ് എന്നുള്ളത്. അതിൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നിങ്ങൾ കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക കേട്ടോ.